ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു: ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് യോശുവായ്ക്ക് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്. മോശയുടെ മരണത്തെ തുടർന്ന് ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് യോശുവ. യോശുവയെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് യോർദാൻ നദി കടക്കണം, ജെറിഹോ മതിൽ ഓവർകം ചെയ്യണം, പിന്നീട് വരുന്ന ശത്രുക്കളെയൊക്കെ നേരിട്ട് സേഫായിട്ട് ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമകരമായൊരു ദൗത്യമാണ് ഉണ്ടായിരുന്നത്. അത് ദൈവം കൂടെ ഇരുന്നതുകൊണ്ട്, ദൈവം പിന്നാലെ ഉണ്ടായതുകൊണ്ട് തന്നെ യോശുവയ്ക്ക് സാധ്യമായി തീർന്നു. ഈ വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം തന്നെയാണ്. യോശുവയെ ഏൽപ്പിച്ചതുപോലെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിപരമായി നമ്മുടെ ജീവിതം, കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുള്ളവരുടെ ജീവിതം. ഇനി നമ്മൾ തൊഴിൽ മേഖലയിലാണെങ്കിൽ അവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഒരു പഠിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിക്കുന്ന പഠിക്കുക എന്നുള്ള ഒരു ദൗത്യം, ഇത് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ചില യോർദാൻ നദികൾ ഒഴിയേക്കാം, ചില സങ്കടങ്ങളും പ്രതിസന്ധികളും വന്നേക്കാം, വലിയൊരു ഉന്നതങ്ങളിൽ നിൽക്കുന്ന പ്രശ്നമായിട്ട് ഒരു ജെറിഹോ മതിൽ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. അതെല്ലാം ഓവർകം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തിരമാല പോലെ നമുക്കിങ്ങനെ കടന്നു വന്നാലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതെ ജീവിത വിജയം കാണുവാനായിട്ട് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.